ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കവർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ആരാണെങ്കിലും നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കവറാണ്, ഡ്രസ്സ് എടുക്കാനൊക്കെ പോയാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ്, പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യം ഇതുപോലൊരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ. ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്ക് ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ ഫ്ലവർ വേണമെന്നുള്ളവർക്ക്, അതായത് വലിയ ഇതളുകൾ വേണമെന്നുള്ളവർക്ക് അത് ആ ഒരു വട്ടം വലിയ രീതിയിൽ എടുക്കാം കേട്ടോ. പിന്നെ ഏതെങ്കിലും നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് പേപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് ആ ഒരു റൗണ്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതാ ഈ ഒരു കവറിൻ്റെ മേലെ നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുണ്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പീസുകൾ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരേ അളവ് തന്നെ, അതായത് ഒരേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളിങ്ങനെ നമുക്ക് എത്ര പെറ്റൽസ് എത്ര വേണോ അത്രയും റൗണ്ട് ഷേപ്പുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരൊറ്റ കവറായിരുന്നു. ആ ഒരൊറ്റ കവറിൽ ഞാൻ വലിയ പീസ് റൗണ്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കാകെ 2 പൂവുകൾ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ചെറുതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2ൽ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കട്ടിങ്സിന് തന്നെ ഇത്രയും പീസുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരൊറ്റ തവണ ഇതുപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹാഫ് റൗണ്ട് പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് സൂചി ഒന്നുമില്ല നമ്മൾ ഇതുപോലെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഓരോ പെറ്റലും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മുല്ലൊക്കെ കോർക്കുന്നത് പോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒരു ഫ്ലവറിൽ 5 പെറ്റൽസാണ് വേണ്ടത്. അപ്പോൾ ഒരു ഫ്ലവറിന് കണക്കാക്കിയിട്ട് നമ്മൾ 5 പെറ്റൽസും ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു നൂലിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കാനുണ്ടോ. അപ്പോൾ ഇത് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കാരണം ഇത് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൂചി ഒന്നും കുത്തി ഇറക്കി കൊടുത്താൽ മതി. തുന്നി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ 2 സൈഡിലായിട്ട് നമ്മൾ തുന്നി വീഴാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 എണ്ണമാണ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പെറ്റലിനകത്ത് 5 എണ്ണമാണ് കേട്ടോ ആവശ്യം. പിന്നെ നമ്മൾ ഈ ഒരു നൂലെടുക്കുന്ന ടൈമിൽ കുറച്ച് കട്ടിയുള്ള നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കട്ടിയുള്ള നൂലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ആ ഒരു തുണീൻ്റെ കളർ ഏതാണോ അത് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം ആ ഒരു കളറുള്ളത് പിങ്ക് കളറായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആയിരുന്നു നമ്മുടെ കവറിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 5 പെറ്റൽസ് ഇതുപോലെ കോർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് വലിച്ചിട്ട് ഇതേപോലെ കെട്ടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൂവിൻ്റെ നടുക്ക് വെക്കാനുള്ള ഒരു മഞ്ഞ സംഭവം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതേ കവർ തന്നെയാണ്, പക്ഷേ കളർ മാറ്റാണ് കേട്ടോ. മഞ്ഞ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞയാണല്ലോ ആപ്റ്റായിരുന്നു നമ്മൾ ആ ഒരു പൂവിൻ്റെ നടുക്ക് വെക്കുന്ന സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചതുരത്തിലുള്ള 2 പീസുകൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് കോട്ടൺ ഉണ്ടല്ലോ, അതിങ്ങനെ ഫില്ല് ചെയ്തു. അത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം ആ ഒരു കോട്ടണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് ബാമ്പൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാമ്പൂ സ്റ്റിക്ക് അതിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം നല്ലൊരു പച്ച കളറുള്ള ഒരു നല്ല കട്ടിയുള്ള നൂല് വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കെട്ടുന്ന ടൈമിൽ ഉറപ്പായിട്ട് നല്ല എംബ്രോയിഡറിൻ്റെ അങ്ങനെ ഏതെങ്കിലും നല്ല കട്ടിയുള്ള നൂലിന് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിനുശേഷം ഈ ഒരു കമ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പൂവിലേക്ക് ഇതുപോലെ അങ്ങ് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടത്തി കൊടുക്കാനുള്ള ഷേപ്പിന് വേണ്ടി നമ്മൾ ആ ഒരു പൂവ് ഉണ്ടാക്കുന്ന ടൈമിൽ നടുവിൽ നല്ല രീതിയിൽ അധികം മുറുക്കി കെട്ടി കൊടുക്കരുത് കേട്ടോ. നമുക്ക് ഈ ഒരു കമ്പും കാര്യങ്ങളൊക്കെ കടത്താനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. പൂവ് റെഡിയായതിനു ശേഷം അതിന് തണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് അത് മുഴുവനായിട്ടൊന്ന് ആ ഒരു തണ്ടുണ്ടല്ലോ അത് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബാമ്പൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിലെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ചുരുട്ടിയിട്ടല്ല നമ്മൾ റോൾ ചെയ്തിട്ട് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പച്ച കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും അങ്ങനെയൊക്കെ മതി കേട്ടോ തണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഇലകളും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കെട്ടുകമ്പി എടുത്തിട്ട് ആ ഒരു ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ആ ഒരു കമ്പീൻ്റെ. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ കെട്ടിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളമുള്ളത്ര നീളം എടുക്കാം കേട്ടോ. ഇലക്ക് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇലേൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുഴുവനായിട്ട് പച്ചക്കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല എന്ന് പറയുമ്പോൾ പൂവിൻ്റെ ഇല എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഏതെങ്കിലും ഗ്രീൻ കളർ പേപ്പറൊക്കെ ഉണ്ടാവില്ല, ആ ഒരു പേപ്പർ വെച്ചിട്ടൊക്കെ ഇല സെറ്റ് ചെയ്യാം. ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ നൈസ് കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നൈസ് കമ്പിയും ഗ്രീൻ ടാപ്പും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഇലകൾ. അപ്പോൾ അങ്ങനെ നമ്മളത് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മൊട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ പൂവ് 2 എണ്ണം മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വേറെ സഞ്ചി ഇല്ലാത്തതുകൊണ്ട്
അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ജസ്റ്റ് മുട്ട് പോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വെച്ചാൽ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പിങ്ക് കളറിൽ ആ ഒരു ഇത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മഞ്ഞത്തിൽ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിനുള്ളിലേക്ക് കുറച്ച് പഞ്ഞികളൊക്കെ കടത്തി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മുറുക്കി ഒന്ന് കെട്ടിക്കൊടുത്തു. നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി വെച്ചിരുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റം വരെ ജസ്റ്റ് ഇങ്ങനെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു തുണീൻ്റെ കളറും കാര്യങ്ങളൊന്നും താഴത്ത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മുകൾ ഭാഗം കൂടെ ഞാൻ നന്നായിട്ട് ഇത് ചുറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്, പിന്നെ 2 പൂവും. കാരണം വെറും 2 പൂവ് മാത്രം ആകുമ്പം ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. കുറേ എണ്ണം ഉണ്ടാകുമല്ലേ നല്ല ഭംഗി ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഇത് എന്തിലെങ്കിലും ഇറക്കി വെക്കണമല്ലോ. അപ്പോൾ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള നല്ലൊരു പോട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പോട്ടായിരുന്നു കേട്ടോ, നമ്മൾ ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറേ മറ്റേ ഈ ഒരു തെർമോക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിറച്ച് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മേലെ ഈ ഒരു മണ്ണിൻ്റെ കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പീസ് തുണി ഉണ്ടായിരുന്നു, ആ ഒരു തുണിയും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ആ ഒരു തുണിയിൽ ഞാൻ കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂവ് കുത്തി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇല ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അടിയിലും കൂടെ ആ ഒരു ഗ്രീൻ ടാപ്പ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നല്ലൊരു ലുക്കിലാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ ടാപ്പ് അതിൻ്റെ ഇലേൻ്റെ അറ്റത്തും മുഴുവനായിട്ട് ഞാനൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതുപോലെ 3 ഇലകളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ബേസിലേക്ക് നമ്മുടെ പൂവും കാര്യങ്ങളൊക്കെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ആ ഒരു പൂവ് വെച്ച് കൊടുത്തു. പിന്നെ ഓരോ ഇലയും അതേപോലെ തന്നെ മുട്ടും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. തെർമോക്കളായതുകൊണ്ട് തന്നെ അതവിടെ സ്റ്റിക്കായിട്ട് നമ്മൾ ഒട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് കുത്തി ഇറക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാനിതിൽ ആദ്യം തന്നെ കുറച്ച് പിന്നെ ആ ഒരു കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തുണിയിൽ. കാരണം അത് നമുക്ക് ഓരോ പൂവുകളായിട്ട് കുത്തി നിർത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇലേൻ്റെ ഭംഗിയും കൂടെ വന്നപ്പം ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലുക്ക് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എന്തായാലും എനിക്ക് ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, 2 പൂവ് മാത്രമേ ആ ഒരു തുണി വെച്ച് ആ ഒരു ഒരൊറ്റ കവർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടുതൽ പൂവുകൾ ഉണ്ടാക്കുമ്പം അതായിരിക്കും എനിക്ക് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മൾ ആ വെറുതെ കളയാൻ വെച്ച് ആ ഒരു കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ കവറില്ലാത്ത ഒരു വീഡിയോകൾ പോലും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും, നല്ല അടിപൊളി ഫ്ലവേഴ്സാണ്. പിന്നെ ഇതുപോലെ ഒത്തിരി അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടം വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.